എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വെയിറ്റ് കൂടാനായിട്ട് എന്തൊക്കെ ആഹാരങ്ങളാണ് ഡെയിലി കഴിക്കേണ്ടതെന്നും. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ചില പേഷ്യൻസ് പറയാറുള്ളതാണ്, എന്ത് ഭക്ഷണം കഴിച്ചിട്ടും വെയിറ്റ് കൂടുന്നില്ല, വെയിറ്റ് കുറയുന്നേ ഉള്ളൂ ഡോക്ടറെ, അതിനിപ്പോൾ എന്താ നമ്മൾ ചെയ്യാമെന്നും, അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ വെയിറ്റ് കൂടാനായിട്ട് എന്തൊക്കെയാണ് കഴിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ വെയിറ്റ് കൂടാനായിട്ട് കഴിക്കുന്ന ആഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രാവിലെ ആണെങ്കിലും ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും രാത്രി കഴിക്കുന്ന ഡിന്നറൊക്കെ ആണെങ്കിലും അത് ഡെയിലി നമുക്ക് വെയിറ്റ് കൂടാനായിട്ട് കഴിക്കേണ്ട ആഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒന്ന് പ്രധാനമായിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് വരുന്ന ആഹാരങ്ങൾ കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ചോറാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ചോറ് കഴിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കാർബോഹൈഡ്രേറ്റ് കൂടുതലാണ്, അപ്പോൾ വെയിറ്റ് കൂടും. അതുപോലെ തന്നെ ഇപ്പോൾ ഇഡ്ഡലി, ദോശ, അപ്പം ഇതൊക്കെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ളതാണ്, അപ്പോൾ കൂടുതൽ നമുക്ക് വെയിറ്റ് കൂടാം. പിന്നെ അതുപോലെ കഴിക്കുന്ന പച്ചക്കറികളും നട്ട്സ്, അതുപോലെ ഫ്രൂട്ട്സിലൊക്കെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് കൂടുതൽ കഴിക്കുവാണെങ്കിൽ നമുക്ക് വെയിറ്റ് കൂടും. അതുപോലെ തന്നെ പഴങ്ങൾ, ഇതൊക്കെ നമുക്ക് വെയിറ്റ് കൂടാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ വെള്ളം, അമിതമായിട്ട് വെള്ളം കുടിക്കുന്നവരാണെങ്കിൽ അത് ഒത്തിരി കുടിക്കുന്നത് ഒഴിവാക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് വെള്ളം കുടിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന്റെ അളവ്, ക്വാണ്ടിറ്റി കുറയും. അപ്പോൾ നമുക്ക് അധികം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ആഹാരം കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണം, ഇപ്പോൾ ഒരു ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ എന്താണെങ്കിലും അത് നമ്മൾ അതിൻ്റെ ക്വാണ്ടിറ്റി, അളവ്, ഇപ്പോൾ 2 ദോശയൊക്കെയാണ് കഴിക്കുന്നവരുണ്ടെങ്കിൽ 3 ആക്കുക. പിന്നെ 3 ദോശയാണെങ്കിലും അല്ലെങ്കിൽ 3 ഇഡ്ഡലി ആണെങ്കിലും ഒക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേരുന്ന ആഹാരങ്ങൾ, അതായത് പ്രത്യേകിച്ച് നമുക്ക് രാവിലെ ആണെങ്കിൽ ഏത്തപ്പഴം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, നന്നായിട്ട് പൊട്ടാസ്യവും അതുപോലെ വിറ്റമിൻസും ബോഡി വെയിറ്റ് കൂട്ടാനും ഒക്കെ ആയിട്ട് ഗുണമുള്ളതാണ്. അപ്പോൾ ഡെയിലി ഇപ്പോൾ നമ്മളൊരു 3 ഇഡ്ഡലി കഴിക്കുവാണെങ്കിൽ ഒരു ഏത്തപ്പഴം കൂടെ കഴിക്കുക, അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് പാല് കുടിക്കുക. അപ്പോൾ അത് നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ രാവിലെ ഏത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും മാറി മാറി കഴിക്കുന്നതിനോടൊപ്പം നമ്മൾ ഡെയിലി ഒരു ഏത്തപ്പഴവും അതുപോലെ പാല് കഴിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു 11 മണിയൊക്കെ ആകുമ്പോൾ പറ്റുവാണെങ്കിൽ നമ്മളൊരു മുട്ട കഴിക്കുക, അത് 1 or 2 മുട്ട കഴിക്കാം, അത് നമുക്ക് കുഴപ്പമില്ല. പിന്നെ അതുപോലെ ആ ടൈമിൽ തന്നെ നട്ട്സ്, ഇപ്പോൾ കാഷ്യൂനട്ട്, നിങ്ങൾക്കറിയാലോ, കാഷ്യൂനട്ട്, ബദാം, അണ്ടിപ്പരിപ്പ്, നമ്മുടെ എന്താ പറയുക വാൽനട്ട്, ഇങ്ങനെയുള്ളത് ഒരു 7-8 എണ്ണമെങ്കിലും കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തോ റോസ്റ്റ് ചെയ്തോ അല്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് കഴിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. പിന്നെ അതുപോലെ ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഉച്ചയ്ക്ക് കഴിക്കുന്നത് നമ്മൾ റൈസ്, അപ്പോൾ ചോറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിട്ട് കഴിക്കുക, അത് നമുക്ക് നന്നായിട്ട് വെയിറ്റ് കൂടാൻ നല്ലതാണ്. അപ്പോൾ ചോറ് കഴിക്കുന്നതിനോടൊപ്പം നമ്മൾ പച്ചക്കറികൾ, പ്രത്യേകിച്ചും നമ്മുടെ ചീര, അതുപോലെ തന്നെ അവിയൽ, നമുക്ക് കേരളീയർക്കെല്ലാം അറിയാവുന്നതാണ് അവിയൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിയൽ എല്ലാ വെജിറ്റബിൾസും കൂടി നമ്മൾ ഇടുന്നതാണ്. ഇപ്പോൾ ക്യാരറ്റ് ആയാലും നമ്മുടെ എന്താ പറയുന്ന മുരിങ്ങക്ക, ഇങ്ങനെ പറയുന്ന എല്ലാ വെജിറ്റബിളും കൂടെ ഇട്ട് വയ്ക്കുന്നതാണ് അവിയൽ. അതും നമ്മൾ കൂടുതലായിട്ട് കഴിക്കുക. അതിൽ തന്നെ നമ്മളിപ്പോൾ അവിയൽ, ഏത്തക്ക അറിയാലോ, നമ്മുടെ പച്ച ഏത്തക്ക, ഇതൊക്കെ നമുക്ക് ബോഡി വെയിറ്റ് കൂട്ടാൻ വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ളത് കഴിക്കുക. പിന്നെ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ഫിഷ്, പ്രത്യേകിച്ച് നമ്മൾ അമിതമായിട്ട് നെയ്യൊക്കെ അടങ്ങിയിട്ടുള്ള മീനുകൾ കഴിക്കുന്നത് കുറച്ചും കൂടി വെയിറ്റ് കൂടാൻ നല്ലതാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ട്യൂണ അല്ലെങ്കിൽ ചൂര എന്ന് പറയില്ല, അത് വെയിറ്റ് കൂടാൻ നല്ലതാണ്. അതുപോലെ നമ്മുടെ നെമ്മീൻ, അങ്ങനെയുള്ള മീനുകളൊക്കെ നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം എന്നും ഫ്രൈ ചെയ്ത് കഴിക്കണം എന്ന് പറയുന്നില്ല, ഇടയ്ക്കൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആഹാരങ്ങൾ, അതുപോലെ നമ്മൾ ഡെയിലി തൈര് അല്ലെങ്കിൽ കേട്, അത് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കാനായിട്ട് നോക്കുക. ഇങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 4 മണിക്ക് കഴിക്കുന്ന ഭക്ഷണം, അതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ 4 മണിക്ക് ചായ കുടിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കുന്നതും കഴിവതും നമ്മൾ ഏത്തപ്പഴം പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ അത് നമ്മൾ ജസ്റ്റ് നെയ്യിലിട്ട് കട്ട് ചെയ്ത് നെയ്യിലിട്ട് റോസ്റ്റ് ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് കൊഴുക്കട്ട, നമ്മൾ അരിയാഹാരത്തിലുണ്ടാവുമല്ലോ കൊഴുക്കട്ട, തേങ്ങയും അതുപോലെ തന്നെ നമ്മുടെ ശർക്കരയൊക്കെ വെച്ചിട്ട്, അതാണ് കുറച്ചും കൂടി ഹെൽത്തി. അങ്ങനെയുള്ളത് നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നട്ട്സൊക്കെ ആണെങ്കിലും കഴിക്കാം. പിന്നെ അതുപോലെ നമ്മൾ കഴിക്കുന്ന ഡിന്നർ ഇപ്പോൾ രാത്രി പലർക്കും ചോറ് കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ചോറ് കഴിക്കാനായിട്ട് ശ്രമിക്കുക. അതല്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ ഒരു 3 ചപ്പാത്തി കഴിക്കാം. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് നന്നായിട്ട് നെയ്യൊക്കെ പുരട്ടി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഫിഷ് കറിയോ അല്ലെങ്കിൽ നോൺ വെജ് ആണെങ്കിൽ ചിക്കൻ കറിയോ
അല്ല കടല അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് കഴിക്കുക. എന്നിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നത് നല്ലതാണ്. അത് നമുക്ക് നല്ലൊരു സ്ലീപ്പിംഗ് മൂഡ് വരാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. എപ്പോഴും നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ഈ 3 നേരം കഴിക്കുന്നതും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മളെപ്പോഴും അൺഹെൽത്തി ആയിട്ട് ഇരുന്നാൽ നമുക്ക് പെട്ടെന്ന് അസുഖങ്ങൾ, നമ്മൾ അങ്ങനെ വെയിറ്റ് കൂടിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് കൂടുമ്പോൾ എപ്പോഴും ഹെൽത്തി ആയിട്ട്, പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ അമിതമായിട്ടുള്ള ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക. പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഔട്ട്സൈഡ് ഫുഡ് അങ്ങനെയുള്ളത് ഒഴിവാക്കുക. അതുപോലെ ഫ്രൈ ഐറ്റംസ് സ്ഥിരമായിട്ട് കഴിക്കുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കൊക്കെ നമുക്ക് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. വെയിറ്റ് കൂടാനായിട്ട് ശ്രമിക്കുന്നവർക്ക് അതൊരു പ്രശ്നമല്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഇപ്പോൾ കഴിക്കുന്നതിൽ കൂടുതൽ പാല് കുടിക്കുന്നത്, ഇപ്പോൾ നമുക്ക് അധികം ഫാറ്റ് ആയിട്ടുള്ള പാല് കുടിക്കുക. അതുപോലെ പാലുൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് ചീസ്, ബട്ടർ, നെയ്യ്. ഇപ്പോൾ നമ്മൾ ദോശയൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് നെയ്യ് ആഡ് ചെയ്ത് കഴിക്കാം. ഇതൊക്കെ നമുക്ക് ബോഡി വെയിറ്റ് കൂട്ടാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. ഇതിപ്പോൾ നിങ്ങൾ വെയിറ്റ് കൂടാനായിട്ട് നോക്കുന്ന ആൾക്കാർ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരാഴ്ച തന്നെ ഞാൻ ഈ പറഞ്ഞ ഫുഡ് രീതികൾ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ ഒരു ദിവസം, ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്കൊരു 3-5 കിലോ വരെ നമുക്ക് വെയിറ്റ് കൂട്ടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പെട്ടെന്നൊക്കെ വെയിറ്റ് കൂടാൻ നോക്കുന്നവരാണെങ്കിൽ ഈ ഭക്ഷണങ്ങൾ കഴിക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആയുർവേദത്തിൽ കഴിക്കുന്ന ലേഹ്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് ശതാവരി ലേഹ്യം എന്നൊക്കെ പറയും. അങ്ങനെയുള്ളത് കൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ്സ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.